ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ഷടപടേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരന്റെ റെസിപ്പിയാട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത് ചോറിന്റെ കൂടെ മാത്രമല്ലട്ടോ, നമുക്ക് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റി ഉള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായി ഒരു 3 മുട്ട ഞാനൊരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ടയൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പൊടിയായിട്ട് തന്നെ അരിയാനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇത് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ഇതിന്റെ കൂടെ ഒരു തക്കാളിയും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി, വലുതാണെങ്കിൽ ഒരു ഹാഫ് പോർഷൻ ചേർത്താൽ മതിയാവും. കൂടെ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലെക്സും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബ്രെഡും മുട്ടയും തോരനൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്തായിരിക്കും ഐറ്റം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ല, അടാറൊരു ഐറ്റം ആണ് കേട്ടോ. അതാണ് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലോട്ട് അങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇത് മിക്സ് ആക്കി അങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം. പിന്നെ ഇത് നമ്മൾ മിക്സ് ആക്കി ഒരുപാട് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത് കേട്ടോ. ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയാൽ മതിയാവും. അല്ലെങ്കിൽ ഈ ബ്രെഡൊക്കെ വല്ലാണ്ട് കുതിർന്നു പോകും. അപ്പം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഒന്ന് മെൽറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നെയ്യാണുള്ളതെങ്കിൽ അത് ചേർത്താലും മതിയാവും. നെയ്യ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇനി വലിയ പണിയൊന്നുമില്ല. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് എന്നോ അല്ലെങ്കിൽ നമുക്ക് ചോറിനൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന തോരനെന്നോ എന്തായിട്ട് വേണമെങ്കിലും ഇതിനെ വിളിക്കാം കേട്ടോ. വളരെ പെട്ടെന്നുണ്ടാകും. എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അതാണ് ഇതുപോലെ നല്ലപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കുക. നല്ലപോലെ റോസ്റ്റ് ആക്കി ആ മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒക്കെ കൊണ്ട് സംഭവം റെഡിയാവും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം.